കോഴിക്കോടിന്റെ നഗരപ്രദേശങ്ങളിൽ വ്യാപകമായി മഴ തുടരുന്നുണ്ട്. കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലെ കക്കോടിയിൽ വീടുകളിൽ വെള്ളം കയറി. ഫയർഫോഴ്സ് സംഘം വീടുകളിൽ കുടുങ്ങിയവരെ രക്ഷപ്പെടുത്തുകയാണ്. പ്രദേശത്തെ വീടുകളിലെ ആളുകളെ പൂർണ്ണമായും ഒഴിപ്പിക്കുന്നുണ്ട്. ആകാശ് തരത്തിൽ വിവരങ്ങളുമായി ചേരുന്നു. ആകാശ്, ഈ ഒഴിപ്പിക്കൽ പൂർണ്ണമായോ ആകാശ്? സേതുലക്ഷ്മി, അരമണിക്കൂറായി ഒരു ഡിങ്കി ബോട്ടിൽ ഫയർഫോഴ്സ് യൂണിറ്റ് ആ ഭാഗത്തേക്ക് എന്ന് വെച്ചാൽ പ്രധാനമായും ഇവിടുന്ന് ഒരു 800 മീറ്ററെങ്കിലും മാറിയിട്ട് 800 മീറ്റർ മാറിയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇപ്പോൾ ആളുകളെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ വൈകിട്ടോടുകൂടി അതിശക്തമായ മഴയുണ്ടാവുകയും ഈ പ്രദേശത്തെ വീടുകളിൽ വെള്ളം കയറുകയുമായിരുന്നു. ഈ സാഹചര്യത്തിൽ വീടുകളിൽ അകപ്പെട്ടവരെയാണ് ഇപ്പോൾ ഡിങ്കി ബോട്ടിലെത്തിയ ഫയർഫോഴ്സ് സംഘം രക്ഷപ്പെടുത്തുന്നത്. ഇവർ അരമണിക്കൂർ മുൻപേ ആ ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. ആളുകളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി ഇവിടേക്ക് എത്തിക്കണം. അതിൽ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളുകൾ ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൂടാതെ തന്നെ ഈ ഭാഗങ്ങളിൽ അതിശക്തമായ മഴയുണ്ടായിരുന്നു. ആ സമയങ്ങളിൽ ഇന്നലെ രാത്രിയോടുകൂടി ഇവർ ഫയർഫോഴ്സിനെ വിളിക്കുകയും അവരോട് രക്ഷിക്കാൻ വേണ്ടി എത്തണമെന്ന് പറയുകയായിരുന്നു. ഫയർഫോഴ്സ് അതിനുശേഷം എത്തുകയായിരുന്നു ഈ പ്രദേശത്തേക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. കോർപ്പറേഷൻ ഉൾപ്പെടെ മഴ ശക്തമായ സാഹചര്യത്തിൽ ഇവിടെയുള്ള ആളുകൾ മാറി താമസിക്കണമെന്ന നിർദ്ദേശം നൽകിയിരുന്നു. ഒരുപാട് പേർ ഈ ഭാഗത്തു നിന്ന് മാറിയിട്ടുണ്ട്. പിന്നീടും ഇവിടെ നിൽക്കുന്നവരാണ് നിലവിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ഇപ്പോൾ ചേട്ടാ, എത്ര കുടുംബങ്ങളുണ്ട് അവിടെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 കുടുംബങ്ങളാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. 3 സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. 3 കുടുംബങ്ങൾ അവിടെ നിലവിലുണ്ട്. അവരെ എടുക്കാനാണ് ഇന്ന് പോയത്. പിന്നെ രാവിലെ ഒരു 5-5:30 മണിയോട് കൂടിയിട്ട് ഞങ്ങൾ കണ്ണാടിക്കൽ ഭാഗത്തുണ്ടായിരുന്നു. അവിടെ ഉള്ളവരെ ഒരു കുടുംബം ഒന്നായിട്ട് ഫാമിലി, ഒരു ചെറിയ കൊച്ചടക്കമുള്ള ഒരു ഫാമിലീസിനെ ഞങ്ങൾ കൊണ്ടാക്കിയിട്ടാണ് വന്നത്. അവരെ രക്ഷപ്പെടുത്തി ഞങ്ങൾ മറ്റേ കണ്ണാടിക്കൽ ബസാറിലാക്കി കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഭാഗത്തേക്ക് വന്നത്. ഇന്നലെ രാത്രിയോടെ ശക്തമായ മഴയാവുകയും വെള്ളം കയറുകയായിരുന്നു. ഇന്നലെ രാവിലെ മുതലേ വെള്ളം കയറാൻ തുടങ്ങിയിട്ടുണ്ട്. രാവിലത്തെ വൈകുന്നേരത്തോട് കൂടിയിട്ട് തന്നെ വെള്ളം നന്നായി കയറിയിട്ടുണ്ട്. രാത്രി പിന്നെ വീണ്ടും വെള്ളം താഴുകയല്ല ചെയ്തത്, വെള്ളം കയറുക തന്നെയാണ് ഉണ്ടായിട്ടുണ്ട്. അവിടുന്ന് കിട്ടുന്ന നിർദ്ദേശപ്രകാരം 3 കുടുംബങ്ങളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടോ? അതുകൊണ്ട് മുമ്പ് കുടുംബങ്ങളെ കൊണ്ടുവരുന്നുണ്ട്, രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അവരവിടുന്ന് വിളിച്ചത് അങ്ങനെയാണ്. 3 കുടുംബങ്ങളെ കൊണ്ടുവരുന്നുണ്ടെന്നുള്ളതാണ്. രാത്രിയായിരുന്നു അവർ ബന്ധപ്പെട്ടത്? ഇന്നലെ രാത്രി അവർ ബന്ധപ്പെട്ടിരുന്നു. ഇന്ന് രാവിലെ പുലർച്ചയോട് കൂടിയിട്ടല്ല അവർ വീണ്ടും വിളിച്ചത്. ഇങ്ങനെ ഞങ്ങൾക്ക് ഇങ്ങനെ രക്ഷാപ്രവർത്തനം വേണമെന്ന് പറയുന്നത്. താഴത്തെ നിലയിൽ ഉൾപ്പെടെ വെള്ളമുണ്ട്. താഴത്തെ വീട്ടിൻ്റെ നിലയിലാണ് നിലവിൽ. അത് താഴെ നിലയിൽ ഒരു നില കെട്ടിടം ഉണ്ടായിരുന്നു. അവിടെ ഉള്ളവരെയാണ് നിന്ന് രാവിലെ തന്നെ ഞങ്ങൾ ആദ്യം പോയിട്ട് രക്ഷപ്പെടുത്തിയത്. അതുതന്നെയാണ് പറയുന്നത്. ഇവിടെ 1-ാം നിലയിൽ വെള്ളമുണ്ട്. അതിനാൽ തന്നെ എല്ലാവരും 2-ാം നിലയിലേക്ക് മാറിയിട്ടുണ്ട്. അവരെയാണ് ഇപ്പോൾ നിലവിൽ രക്ഷപ്പെടുത്തുന്നത്. 3 കുടുംബങ്ങളാണ് ഇപ്പോൾ ഇവിടെ പെട്ടിട്ടുള്ളത്. അവരെ രക്ഷപ്പെടുത്തി എന്നാണ് പറയുന്നത്. അല്പസമയത്തിനകം ഇവിടെ ഫയർഫോഴ്സും ആംബുലൻസും ഉൾപ്പെടെ ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് എത്തിക്കും, അല്പസമയത്തിനുള്ളിൽ തന്നെ എത്തിക്കുമെന്നാണ് ഇപ്പോൾ ആളുകൾ തന്നെ പറയുന്നത്. ഇവിടെ നേരത്തെ തന്നെ പ്രദേശവാസികൾ ഈ പ്രദേശത്തുണ്ടായിരുന്നു. ആ ഭാഗത്ത് ഭാഗത്ത് ഒരുപാട് പേരുണ്ടോ? അവിടെ അപ്പുറത്തെ എന്താ ഉള്ളിലുള്ള സ്ഥിതി ഒന്നും അറിയില്ല. നമുക്ക് ഇവിടം വരെയുള്ള വളവ് വരെയുള്ള കാര്യങ്ങളെ അറിയുള്ളൂ. മുൻപ് തന്നെ ജാഗ്രതാ നിർദ്ദേശം ഉണ്ടായിരുന്നു ഇവിടുന്ന് മാറാൻ. തലേന്നൊക്കെ ഇവിടെ വന്നിട്ട് ഫയർഫോഴ്സുകാർ എല്ലാവരും വന്ന് പറഞ്ഞതാ. ഇത് അറിയാത്ത ആളുകളാണ് ഇപ്പോൾ അവിടെ പെട്ടിട്ടുള്ളത്. അതെ, അത് ഇന്ത്യക്കാരാണ് അവിടെ ഉള്ളത്. സംസ്ഥാനത്ത് അവർക്ക് ഇത്രയും വെള്ളം കയറുന്ന അറിയില്ല. അതാണ്. പിന്നെ എല്ലാ കൊല്ലം ഉണ്ടാവലുണ്ട്, വെള്ളം ഇങ്ങനെ കയറലുണ്ടാവലുണ്ട്.